ബ്ലൂ പ്രിൻ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നെക്സ്റ്റ് പേജിലേത് ചോദ്യപേപ്പർ ഡിസൈൻ. അതിനുശേഷം പ്രാഥമിക വിവരങ്ങൾ എന്ന് ഹെഡിങ് കൊടുത്തിട്ട് അധ്യാപക വിദ്യാർത്ഥിയുടെ പേര്, വിദ്യാലയത്തിൻ്റെ പേര്, ക്ലാസ്, വിഷയം, യൂണിറ്റ് എഴുതാം. അതിനുശേഷം അടുത്ത പേജിലായിട്ട് യൂണിറ്റ്, പഠന നേട്ടങ്ങൾ, വെയിറ്റേജ് എന്ന് ഹെഡിങ് കൊടുത്തിട്ട് ഏത് ചാപ്റ്ററാണോ അതിൻ്റെ പേര് എഴുതിയിട്ട് യൂണിറ്റ് കൊടുക്കുക. പഠന നേട്ടങ്ങൾ, സ്കോറ്, ശതമാനം. പഠന നേട്ടങ്ങൾ ഒരു 3 പഠന നേട്ടം എഴുതാം. അതിൻ്റെ സ്കോറ് 6 കൊടുക്കുക. ഒരു 6, 3 അങ്ങനത്തെ ഒരു ആവറേജിൽ ശതമാനം ഒരു 20 കിട്ടുന്ന വിധത്തിൽ അങ്ങനെ എഴുതാം. ഇനി ചിന്താശേഷിക്കുള്ള വെയിറ്റേജ് എന്ന ഹെഡിങ് കൊടുത്തിട്ട് ഒരു ബോക്സ് വരയ്ക്കുക. അതിൽ ഹെഡിങ്ങായിട്ട് ക്രമ നമ്പർ, ചിന്താശേഷികൾ, സ്കോറ്, ശതമാനം എന്ന ഹെഡിങ് കൊടുക്കുക. ഫസ്റ്റത്തെ കോളത്തിൽ നിഗമനം രൂപപ്പെടുത്തൽ, ആശയരൂപീകരണം നടത്തൽ, ബന്ധം കണ്ടെത്തൽ, ധാരണകളും അറിവുകളും പുതിയ സന്ദർഭത്തിൽ പ്രയോഗിക്കൽ. സ്കോറ് 4, 2, 5, 4 എന്നിങ്ങനെ കൊടുക്കാം. ശതമാനമായിട്ട് 26.66, 13.33, 33.33, 26.66 എന്ന് ഹെഡിങ് കൊടുക്കാം. ഹെഡിങ് അല്ല എഴുതാം. ഇനി അടുത്ത പേജിലായിട്ട് വിവിധ ചോദ്യോത്തര മാതൃകയ്ക്കുള്ള വെയിറ്റേജ് എന്ന് ഹെഡിങ് കൊടുക്കാം. ഇനി ചോദ്യ മാതൃകകൾ നമ്മൾ എത്രയിലാണ് മാർക്ക് ഇടണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എഴുതാം. സ്കോർ എഴുതാം കേട്ടോ. ഇത് ഒന്നാമത്തേലേതാ വസ്തുനിഷ്ഠ മാതൃക, അതിന് 1 മാർക്കാണ് കൊടുക്കേണ്ടത്. ഹ്രസ്വനിഷ്ഠ മാതൃക അങ്ങനെ തന്നെ എഴുതാം. ഇതിന് 2 മാർക്കാണ്. ശതമാനം ഉണ്ട്. അതിന് ശതമാനം 6.66, 13.33 അതങ്ങനെ തന്നെ. പിന്നെയും എഴുതാം. ഏതൊക്കെ മോഡലാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ചാൽ വസ്തുനിഷ്ഠ മാതൃക, ഹ്രസ്വനിഷ്ഠ മാതൃക, പിന്നെയും വസ്തുനിഷ്ഠ മാതൃക. ഏതാണ് നിങ്ങൾ കൊടുക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഓരോന്നിനും ഇത് വസ്തുനിഷ്ഠ മാതൃകയ്ക്ക് 1 മാർക്ക്, ഹ്രസ്വനിഷ്ഠ അതിന് 2 മാർക്ക്. അതിൻ്റെ പെർസെൻറ്റേജും കറക്റ്റ് അതുപോലെ കൊടുക്കാം. ഇനി ബ്ലൂ പ്രിൻറ്റിൽ പിന്നെയും ചോദ്യ നമ്പർ, എടുക്കുക, യൂണിറ്റിൻ്റെ പേര് എഴുതുക, പഠന നേട്ടങ്ങൾ ഏതാന്ന് വെച്ചാൽ ഒരു പഠന നേട്ടം ഒരെണ്ണം എഴുതുക, വലുത് നോക്കിയിട്ട് എഴുതുക. ചിന്താശേഷികൾ എഴുതുക, അതിൽ നിഗമനം രൂപപ്പെടുത്തൽ. ഇനി ചോദ്യ മാതൃകയിൽ എഴുതുക. ഏതൊക്കെ നമ്മൾ കൊടുത്തിട്ടുള്ള നേരത്തെ എഴുതിയില്ലേ അതിനനുസരിച്ച് എഴുതി വയ്ക്കുക. നേരത്തെ 1, 2, 3 ക്വസ്റ്റ്യൻ എടുത്തിട്ട് പാർട്ടായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ എഴുതിയിട്ടുള്ളത്. ഇനി അടുത്ത ഇതേപോലെ തന്നെ 3 ചോദ്യത്തിനനുസരിച്ചുള്ള 3 പഠന നേട്ടം എഴുതുക. അതിൻ്റെ ചിന്താശേഷി എഴുതുക. അതിലേതൊക്കെ ഇനി വസ്തുനിഷ്ഠമാണോ ഹ്രസ്വനിഷ്ഠമാണോ എന്ന് എഴുതുക. അതിൻ്റെ മാർക്ക് കൊടുക്കുക. ഇനി അടുത്തത് അതിൻ്റെ ഉത്തരമാണ്. ചോദ്യപേപ്പർ ഉണ്ടിട്ടില്ലേ, ഇനി ഉത്തര സൂചകങ്ങളാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ തയ്യാറാക്കി അതിൻ്റെ ഉത്തര സൂചികകൾ നമ്മൾ ഇതേപോലെ എഴുതണം. അതിൻ്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഓപ്ഷൻസ് പോലെ ABCന്ന് 3 ക്വസ്റ്റ്യൻ കൊടുക്കും. അതിൻ്റെ ഒരു മാർക്ക് എഴുതുക. ഏത് ഗ്രേഡാണെന്ന് വെച്ചാൽ സൂചകമായിട്ട് ABCD എന്ന് എഴുതുക. അങ്ങനെ ഓരോന്നിൻ്റെ ഉത്തരവും എഴുതാം. ചോദ്യപേപ്പർ വിശകലനം. ഇത് മെയിൻ സംഭവമാണ് കേട്ടോ. ഞാൻ വായിച്ചു തരാം.
7ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിലെ 2ാം യൂണിറ്റായ കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കി ഞാൻ 4ാം സെമസ്റ്ററിൽ ടീച്ചിങ് പ്രാക്ടീസിന് പോയ ഏതെന്ന് വെച്ചാൽ ഒരെണ്ണം എഴുതാം. ഏത് സ്കൂളിൽ നിങ്ങൾ പോയെന്ന് വെച്ചാൽ അത് എഴുതാം. ഇനി 3 പഠന നേട്ടത്തെ ആസ്പദമാക്കി 3 സബ് ഡിവിഷനുകളിലായാണ് ചോദ്യങ്ങൾ തയ്യാറാക്കിയത്. വസ്തുനിഷ്ഠ മാതൃകയിലുള്ള ചോദ്യങ്ങളായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. ഹ്രസ്വനിഷ്ഠ മാതൃകയിലുള്ള 3 ചോദ്യം ഉൾപ്പെടുത്തിയിരുന്നു. വിവരണാത്മക മാതൃകയിലുള്ള 1 ചോദ്യം ഉൾപ്പെടുത്തിയിരുന്നു. എല്ലാ നിലവാരത്തിലുമുള്ള കുട്ടികൾക്കും പറ്റുന്ന വിധത്തിലായിരുന്നു ചോദ്യങ്ങൾ. എല്ലാവരും നന്നായി പരീക്ഷ എഴുതി. ഇന്ത്യയിലേക്ക് വന്ന വിദേശീയരെക്കുറിച്ചും അവരുടെ സംഭാവനകളെക്കുറിച്ചും ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ നിയമങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും ഇതിലൂടെ കുട്ടികളുടെ അറിവ് തിരിച്ചറിയാനും ഈ പരീക്ഷയിലൂടെ സാധിച്ചു. ഇതാണ് ചോദ്യപേപ്പർ വിശകലനം. ഇതിൽ കുറച്ച് കാര്യങ്ങൾ ഇതെല്ലാം ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഇതിൽ നമ്മളെ ചാപ്റ്റർ ഏത് യൂണിറ്റ് അങ്ങനെ പഠന നേട്ടം എത്ര എണ്ണം കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് മാറ്റിയിട്ട് എഴുതാം. ഇനി ക്വസ്റ്റ്യൻ പേപ്പർ ഇതാണ്. ഞാൻ തയ്യാറാക്കിയ ക്വസ്റ്റ്യൻ പേപ്പർ ഇതായത്. കറക്റ്റ് എങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടണമെന്ന് വെച്ചാൽ അതിൻ്റെ ഇതിൽ എഴുതാം. കണ്ട അതിൽ പ്രവർത്തനം 1 കൊടുക്കുക. അതിൽ ABC ഉണ്ടാവും. അതിൻ്റെ മാർക്ക് ഓരോന്നിനും കൊടുക്കുക. ഇനി പ്രവർത്തനം 2 എന്ന് കൊടുക്കുക. പ്രവർത്തനം 3 കൊടുക്കുക. ഇതിൽ കണ്ട കർണാടക യുദ്ധം എന്തെന്ന് വിശദമാക്കുക. അതിന് 3 മാർക്ക്. ഈ 3 മാർക്കാണ് വിവരണാത്മക എന്നിട്ട് കൊടുക്കേണ്ടതാണ്. എന്തായാലും ഒരെണ്ണം അത് വേണം. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വേണം. ഇനി ഉത്തര സൂചിക എന്ന് പറഞ്ഞിട്ട് ഈ ഉത്തരങ്ങളൊക്കെ കറക്റ്റായിട്ട് പിന്നെ എഴുതണം. നേരത്തെ ഉത്തര മാതൃകയായിരുന്നു. ഇത് ഉത്തര സൂചിക എന്നിട്ട് നമ്മൾ തയ്യാറാക്കിയ ക്വസ്റ്റ്യൻ പേപ്പർ ഉത്തരങ്ങൾ നമുക്കിങ്ങനെ എഴുതാൻ കഴിയണം. അങ്ങനത്തെ ക്വസ്റ്റ്യൻ വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇതൊക്കെ ഉത്തര സൂചികയാണ് കേട്ടോ. ഇതിൽ സ്കോർ ഷീറ്റാണ്. നമ്മൾ എടുത്ത കുട്ടികളുടെ പേര് എഴുതുക. ഒരു 7 കുട്ടികളുടെ ഒക്കെ മതി. 7 എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്നതനുസരിച്ച് മികച്ച ഇതെടുക്കുക. എല്ലാ ഗ്രേഡും വേന വിധത്തിൽ ABC 15 മുതൽ 13 ഉള്ളിൽ A, 12 മുതൽ 10 വരെ B, 9 പിന്നെ C ആയിട്ട് കൊടുക്കുക. അപ്പോൾ ഈ അതെല്ലാം വരുന്ന വിധത്തിൽ ഉള്ള ഒരു സ്കോർ ഷീറ്റ് തയ്യാറാക്കുക. എല്ലാവരും വേണ്ട, ഒരു 7 മതി. എന്നിട്ട് കുട്ടികളുടെ പേപ്പറും ഇതിൽ ഇതേപോലെ വെക്കണം. ഒരു കിട്ടണ വിധത്തിൽ അത് വയ്ക്കുക. പിന്നെ റെമഡിയൽ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഈ ആൻസർ പേപ്പർ വെച്ചതിന് ശേഷം എഴുതുന്നുണ്ടാവും. ചോദ്യോത്തര വിശകലനത്തിൽ നിന്നും 3ാമത്തെ പ്രവർത്തനത്തിലെ അവസാനത്തെ ചോദ്യം ഒരു കുട്ടി മാത്രമേ കൃത്യമായി ഉത്തരം എഴുതിയുള്ളൂ. ബാക്കിയുള്ള കുട്ടികൾക്ക് അതാണ് പ്രയാസമേറിയ ചോദ്യം. ആ ചോദ്യത്തിന് പകരം വർക്ക്ഷീറ്റ് പ്രവർത്തനമോ ചേരുംപടി ചേർക്കലോ എന്നീ പ്രവർത്തനമോ നൽകാമായിരുന്നു. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടതിൻ്റെ ഒരു പോരായ്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഇതുപോലെ ഒന്ന് വിവരിക്കണം. പിന്നെ ഒരു പഠന പുരോഗതി രേഖ എന്ന് പറഞ്ഞിട്ടല്ല, അത് ഒരു ഷീറ്റ് വെക്കണം കേട്ടോ. ഇതിലൊരു വിലയിരുത്തലിൻ്റെ ഉണ്ടാവും. അതൊരു 2-3 എണ്ണം അങ്ങനത്തെ വെക്കണം. പഠന പുരോഗതി രേഖ ഇതെന്തായാലും